2 മാസം കൊണ്ട് 700+ ക്രിയേറ്റീവ്സ്, 15 million+ അക്കൗണ്ട് റീച്ച്, 100+ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ്. വെറും 1.5 മാസം കൊണ്ട് 12K ഫോളോവേഴ്സ്, A to Z വെർട്ടിക്കൽസ് ഞങ്ങൾ ടച്ച് ചെയ്തു. കൂടെ നിന്നൊരു ടീമുണ്ട്, എഡിറ്റിംഗ്, ക്യാമറ ചെയ്യുന്ന ആൾക്കാർ. ഒരുപാട് പേര് ചോദിക്കുന്ന ഹൗ വി പുൾഡ് ഇറ്റ്. 1.5 വർഷം മുമ്പ് തുടങ്ങിയ പോയട്രിക് ആഡ്സിന് കേരളത്തിലെ മീഡിയ ജണ്ടായ മലയാള മനോരമ അവരുടെ ആദ്യത്തെ ആർട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ മനോരമ ഹോർത്തൂസ് നാക്കരെ ഏൽപ്പിക്കാം. ഒരു ക്രിയേറ്റീവ് ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഡ്രീം കം ട്രൂ ആണ്. മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന് പറഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇങ്ങനെ ഏജൻസികളെ ക്ഷണിക്കുന്നുണ്ടെന്നുള്ള വാർത്ത കണ്ടപ്പോൾ തന്നെ വെറുതെ ഒന്ന് പിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നായി, തേർഡ് റൗണ്ട് കഴിഞ്ഞ് ഇന്നായി. അങ്ങനെ ലാസ്റ്റ് പിച്ച് 1.5 മണിക്കൂർ പിച്ചായി. നോട്ട് ജസ്റ്റ് ഗോണ ബി എ സിമ്പിൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ബട്ട് മൾട്ടി ഡയമെൻഷണൽ ഫെസ്റ്റിവൽ. ഇവന്റ് കവറേജ് തന്നെ വലിയ സ്കെയിലായിരുന്നു. 8 സ്റ്റേജ്, വർക്ക്ഷോപ്സ്, മറ്റു കാര്യങ്ങളിലും. അതിനായി പോയറ്റിക് ആഡ്സ് അവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്റ്റുഡിയോ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഓർത്തസ് വീഡിയോസിന് വേണ്ടി ഞങ്ങൾ പല വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. പാളയം മാർക്കറ്റിൽ ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തത്. സൂരജ് ബ്രോ പറഞ്ഞ പോലെ പാളയം ആ ക്രിയേറ്റീവ് ബാബുക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. MS ബാബുരാജ് ഒരു പഴയ റേഡിയോയിലൂടെ MS ബാബുരാജ് സാറിൻ്റെ ഒരു മ്യൂസിക് കേൾക്കുകയും അതൊരു കുട്ടി മൂളാൻ തുടങ്ങുകയും അത് അവിടെ വെച്ച് ബ്ലോക്ക് ആവുകയും അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും ആരെങ്കിലും ഒരാൾ എടോ അത് അങ്ങനെയല്ല പാടാന്ന് പറയും. സോ അങ്ങനെ ഒരു ജനറൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ആ സ്ക്രിപ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുപോലെ അസീസ് എന്ന് പറഞ്ഞ കോഴിക്കോട് ബീച്ചിൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ നമുക്ക് തരുന്ന എക്സ്പീരിയൻസുകളും അവർ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് പുതിയ അനുഭവങ്ങളും നമുക്ക് കുറേ പുതിയ ഇൻസൈറ്റ്സ് തരുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് എന്തായാലും പറ്റി ഓർത്തൂസിലേക്ക് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യം. ഇത്തരം ക്രിയേറ്റീവുകളിലൂടെ നിരന്തരമായ ആളുകളെ പേജിലേക്ക് ഡ്രൈവ് ചെയ്യാനും രജിസ്ട്രേഷനിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. സെക്കൻഡ് ഫേസിലേക്ക് അവയർനെസ് ക്യാമ്പയിനോട് കൂടെ തന്നെ റീടാർഗറ്റിംഗ് ക്യാമ്പയിനിലൂടെ പരമാവധി ആളുകളിലേക്ക് ഞങ്ങൾ ക്യാമ്പയിൻ റീസ്ട്രക്ചർ ചെയ്തു. പലപ്പോഴും നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ പുലർച്ചെ 3 മണി വരെയും പോകാറുണ്ട്. എന്നിട്ടും അവർ പിറ്റേ ദിവസം 9 മണിയാകുമ്പോൾ തന്നെ ബീച്ചിൽ ലൈനപ്പ് ആവാറുണ്ട്. ഇതൊക്കെ സാധ്യമായത് ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ ഡെഡിക്കേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. മലയാള മനോരമയുടെ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് വർഗീസ് ചാണ്ടി സാർ ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, പാഷൻ ഫോർ വർക്ക്. രാത്രിയെന്നോ പകലൊന്നും ഇല്ലാത്ത അധ്വാനം. ഈ ഒരു ഇവന്റ് കഴിഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് നിങ്ങളുടെ ഏതൊരു ക്ലൈന്റും എന്തും പുൾ ഓഫ് ചെയ്ത് നൽകാമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കിട്ടി. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോൺഫിഡൻസ്, വി പ്രൂവ്ഡ് ഇറ്റ്. താങ്ക് യു മനോരമ.